ഹായ് ഹലോ, നമ്മൾ നിൽക്കുന്നത് ഡിങ്കിളിലെ ഓഷ്യൻ വേൾഡ് എന്ന് പറഞ്ഞ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. അകത്ത് ഒരുപാട് വിശേഷങ്ങളുണ്ട്. ലൈക്ക് ജെലി ഫിഷ്, പെൻഗ്വിൻസ്, ഷാർക്സ് അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറയും ഡിങ്കിളിൽ വരുവാണെങ്കിൽ കിഡ്സ് ആയിട്ടുള്ളവർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്. ഒരു ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആയിരിക്കും. സോ ബാക്കി വിശേഷം നമുക്ക് അകത്ത് പോയി കാണാം. ടിക്കറ്റൊക്കെ എടുത്ത് അങ്ങ് അകത്തോട്ട് കയറിയപ്പോൾ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യാൻ അവിടെ ഒരു വലിയ ഒക്ടോപ്പസ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ആക്റ്റീവായിട്ട് ഓടി നടക്കുമായിരുന്നു അതിനകത്ത് കൂടെ. പ്ലസ് അതിൻ്റെ കൂടെ കുറേ സ്പൈഡർ ക്രാബ്സ് ഉണ്ടായിരുന്നു. ഞാൻ അത്രയും വലിയ ക്രാബിനെ ലൈവായിട്ട് ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത്, ഇത്ര ജീവനുള്ളൊരു ക്രാബ്സിനെ. അങ്ങനെ ഒക്ടോപ്പസിനെ കണ്ടങ്ങോട്ട് തിരിഞ്ഞപ്പോൾ അതേ കുറേ സീ ഹോഴ്സസ്, പക്ഷെ ഒട്ടും ആക്റ്റീവ് അല്ലായിരുന്നു. അതിങ്ങനെ വെറുതെ പറ്റിപ്പിടിച്ചവിടെ ഇരിക്കുക. പക്ഷെ അതിന് കണ്ടു നിൽക്കാൻ നല്ല ഭംഗിയായിരുന്നു. എപ്പോഴും കാണാത്ത ആൾക്കാരായതുകൊണ്ട് നല്ല രസമായിരുന്നു. അവിടെ നിന്ന് മുന്നോട്ട് കാണുന്നപ്പോൾ റെയിൻ ഫോറസ്റ്റിലേക്ക് കയറിയൊരു ഫീല്, ഫുള്ള് മഴയുടെ സൗണ്ടും അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. പ്ലസ് കുറേ വെറൈറ്റി ഫിഷസ്. ഞാൻ പിക്ചേഴ്സിൽ പോലും അങ്ങനത്തെ ഫിഷസിനെ കണ്ടിട്ടില്ല. നല്ല ഭയങ്കര ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പേരൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ കുറേ നേരം നോക്കി നിന്ന് പോയി. പോരാത്തതിന് നടന്നു പോകുന്ന ഫിഷസ് വരെ അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേനും ദേണ്ട വില്ലനായ നമ്മുടെ പിരാനയുണ്ട് അവിടെ. പിരാനാസ് ഇത്ര കാം ആൻഡ് ക്വയറ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എപ്പോൾ വീഡിയോ കണ്ടാലും അത് അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ കണ്ടിട്ട് പെട്ടെന്ന് ഇത്ര സൈലൻ്റായിട്ടൊരു ടാങ്കിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന കണ്ടപ്പോഴത്തേനും എനിക്ക് വിഷമം തോന്നി. അക്വേറിയം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഫിഷസ് മാത്രമേ ഉള്ളായിരിക്കുന്നു. പക്ഷേ കുറച്ചുകൂടി കളർഫുൾ ആക്കാനായിട്ട് അതിനകത്ത് കുറേ ഒരു ബട്ടർഫ്ലൈ സെക്ഷനുണ്ട്. പ്യൂപ്പാസും കാറ്റർപില്ലേഴ്സും ഒക്കെ ആയിട്ട് കുറേ ബട്ടർഫ്ലൈസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബട്ടർഫ്ലൈസ്, അതിൻ്റെ എക്സ്പ്ലനേഷൻസ്. നമുക്കതിന് തൊടാനൊന്നും പറ്റത്തില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. വലിയതും ചെറുതുമായിട്ട് ഒത്തിരി ബട്ടർഫ്ലൈസ് ഉണ്ടായിരുന്നു. വേറെ കുറച്ച് കുഞ്ഞു കുഞ്ഞു ജീവികളോടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരറിയാവുന്നവരെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അന്റാർട്ടിക്ക് പോണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പെൻഗ്വിനെ കണ്ട എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് അടുത്ത സർപ്രൈസ് കിട്ടി. അവിടെ നമുക്ക് കോയിൻസ് ഇരിപ്പുണ്ട്. പെൻഗ്വിൻ്റെ ഷാർക്കിൻ്റെ ഒക്കെ പടമുള്ളത്, ഇഷ്ടമുള്ളത് മേടിക്കാൻ. ഞാൻ അതിനകത്ത് നിന്ന് പെൻഗ്വിൻ തന്നെയാണ് മേടിച്ചത്. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടത് ഫ്രോഗാണ്. ഗോൾഡൻ ഫ്രോഗ് എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഗോൾഡൻ ഫ്രോഗ്സ് ആണിത്. ഒത്തിരി ടേർട്ടിൽസും ഉണ്ടായിരുന്നു. എന്തോ ആലോചിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന ടേർട്ടിലിനെയും കാണാൻ പറ്റി. ഒത്തിരി വെറൈറ്റീസും ക്യൂട്ടായിട്ടുള്ള കുറേ കുഞ്ഞു കുഞ്ഞു കളർഫുൾ ഫിഷസ് ഉണ്ട്. അത് ഒരുപാട് വെറൈറ്റി ഉണ്ട്. അത് ഒരു ടാങ്കിലല്ല, പല പല സ്ഥലത്തായിട്ട് ഒത്തിരി ഉണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും ഹാപ്പി ആയത് റിയൽ ലൈഫ് നീമോനെയും ഡോറിനെയും കാണാൻ പറ്റി. കുറേ നീമോ ഫിഷസും അതിൻ്റെ സയൻറ്റിഫിക് നെയിമൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഡോറി ആ രണ്ട് കാർട്ടൂൺ നെയിമിൽ എനിക്കതിന് ഇപ്പോഴും അറിയത്തുള്ളൂ. അതൊക്കെ കണ്ടു. അത് ഞാൻ കുറേ എൻജോയ് ചെയ്തു. കുറേ നേരം നോക്കി നിന്നവിടെ. അത് കഴിഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ബിക്കോസ് രണ്ട് വലിയ ഷാർക്സിനെ കാണാൻ പറ്റി. അതിനകത്ത് അതിങ്ങനെ ഫുൾ ടൈം മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാം. ബിക്കോസ് അത് അവിടുത്തെ അവർ വലിയൊരു എക്സ്പ്ലനേഷനൊക്കെ നമുക്ക് തരും. അതിനെ എവിടുന്നോ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന്, അത് മെയിലും ഫീമെയിലുമാണ്. സോ അതിൻ്റെ പ്രത്യേകത അതിനെ എപ്പോഴും മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, ഇല്ലെങ്കിൽ അത് ഡ്രോൺ ആവും. സോ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ
മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ പല്ലും അങ്ങനത്തെ ഐറ്റംസൊക്കെ അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന ആളുടെ കയ്യിലുണ്ടായിരുന്നു. നമുക്കതൊക്കെ കാണാൻ പറ്റി. അതിനകത്ത് 2 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേന് ജെല്ലി ഫിഷസ്. ഇറ്റ് ലുക്ക് സോ മാജിക്കൽ ആക്ച്വലി, ബിക്കോസ് അത് ഒരു ബയോലൂമിനൻസ് എഫക്റ്റ് ഉള്ളതായിരുന്നു. അതും കഴിഞ്ഞ് ചെന്നപ്പോൾ കുറേ പെൻഗ്വിൻസ്, അവിടെ കണ്ടതിലും കൂടുതൽ പെൻഗ്വിൻസ്. അതും ഇത് ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിക്കളിക്കുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഷോൾസോ സ്കാർഫ്സൊക്കെ എടുത്ത് ഇങ്ങനെ വേവ് ചെയ്ത് കാണിച്ച് നമ്മുടെ അടുത്ത് വന്ന് കളിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ആക്റ്റീവായിരുന്നു. ഈവൻ കിഡ്സിന് പറ്റിയൊരു ഏരിയ ആയിരുന്നു അത്, ബിക്കോസ് അവിടെ ഇങ്ങനെ കയറി നിന്ന് കാണാനൊക്കെ പറ്റുമായിരുന്നു പെൻഗ്വിന്. സാറ്റ് കളിക്കുന്ന പോലത്തെ ഒരു ലോബ്സ്റ്ററിനെ കണ്ട് നേരെ നോക്കിയപ്പോൾ കുറേ സ്റ്റാർ ഫിഷ്, കുറേ കയറി ഇരിക്കുന്ന പോലെ തോന്നിയത്, പക്ഷേ പിന്നെ മനസ്സിലായി സ്റ്റാർ ഫിഷാണെന്ന്. അതും കഴിഞ്ഞ് അതിൻ്റെ സൈഡിൽ കുറേ വലിയ വലിയ ഫിഷ്. കണ്ടാൽ അത് ഷാർക്കാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് എനിക്കറിയത്തില്ല, കുറേ ഫിഷസ് ഉണ്ടായിരുന്നു. ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിസൈൻസിലും ലുക്സിലും കളേഴ്സിലും ഉള്ള ഒത്തിരി ഫിഷസിനെ കാണാൻ പറ്റി. ഈ വീഡിയോ കാണുന്ന ഫിഷസ് മാത്രമല്ല കേട്ടോ, ഒരുപാട് വേറെ ലൈക്ക് ക്രീച്ചേഴ്സും ഉണ്ട് അതിനകത്ത്, ലൈക്ക് ടേർട്ടിൽസും ഈൽസും അല്ലെങ്കിൽ റേസും ഒക്കെ ഉണ്ട്. നമുക്കെല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല. ആൻഡ് കോറലിൻ്റെ പ്രിസർവേഷൻസ് കാണാൻ പറ്റും. 1 അവറിൻ്റെ ഒരു അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ഇന്നത്തെ ഡിങ്കലിലെ ഈ അക്വേറിയം വിസിറ്റ്. അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു വലിയ സൗനിയർ ഷോപ്പുണ്ട്. ഒരുപാട് നമുക്കിഷ്ടമുള്ള ടോയ്സും കാര്യങ്ങളും കിട്ടുന്നൊരു വലിയൊരു ഷോപ്പുണ്ട് അതിനകത്ത് തന്നെ.